പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 1200 ധനു 20-ാം തീയതി, അതായത് 2025 ജനുവരി 4-ാം തീയതി ബുധൻ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളും മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എപ്രകാരമായിരിക്കുമെന്നുള്ള ഒരു തുറന്ന ചർച്ചയാണ്. ബുധനാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിൽ കൗശലത്തിൻ്റെ, ബുദ്ധികൂർമ്മതയുടെ, ബൗദ്ധികതലമായ എല്ലാ കലകളുടെയും ശില്പങ്ങളുടെയും ഒക്കെ തന്നെ അധ്യാപനം, റീഡിംഗ്, റൈറ്റിംഗ്, പ്രിൻറ്റിംഗ്, ഓൾ ന്യൂ ടെക്നോളജീസ്, ഈവൻ AI, ഇൻ്റലിജൻസ് ആയി ബന്ധപ്പെടുന്ന എല്ലാം നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം. ബുധൻ ജ്യോതിഷത്തിൽ ചന്ദ്രപുത്രനാകുന്നു. അതിനാൽ സോമസ്യ അപത്യം പുമാൻ സൗമ്യ എന്ന നാമത്തിലൊക്കെ ബുധൻ അറിയപ്പെടുന്നു. ബുധൻ ഏറ്റവുമധികം അടുത്തു നിൽക്കുന്ന ഗ്രഹം സൂര്യനാകുന്നു. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗമുള്ളപ്പോഴാണ് ദ്വിഗ്രഹയോഗം, നിപുണയോഗം എന്ന യോഗം ഉണ്ടാകുന്നു. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം. ബുധനും സൂര്യനും കൂടി യോഗം ചെയ്യുമ്പോൾ നിപുണയോഗം, സാമർഥ്യമുള്ള യോഗമുണ്ടാകുന്നു. ബുദ്ധിയും കീർത്തിയും അതിലൂടെ ധനമൊക്കെ സമ്പാദിക്കുവാൻ ഈ യോഗം പരിഹാരമാകുന്നു. സൂര്യനോട് ഏത് ഗ്രഹവും അടുത്ത് നിന്നാൽ മൗഢ്യം കൊടുക്കും. ബുധനും സൂര്യനും ഒന്നിച്ചാണെങ്കിലും പലപ്പോഴും ബുധന് മൗഢ്യമുണ്ടാകും. പക്ഷേ ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനുമെങ്കിൽ ആ മൗഢ്യത്തിന് അധികം പ്രസക്തിയില്ല. മറിച്ച് 2 രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യം വളരെ ദുർബലമാക്കും ബുധനെ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ജ്യോതിഷികൾ നിങ്ങളോട് പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് പല ഉദാഹരണങ്ങളും നാം കാണാറുണ്ട്. അവിടെയും മൗഢ്യമില്ലാത്ത ബുധനാണെങ്കിൽ ഈ പറഞ്ഞ ജ്യോതിഷികളുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നമുക്ക് മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട ശുഭാശുഭ ഫലങ്ങൾ ചിന്തിക്കാവുന്നതാണ്. ബുധൻ മാക്സിമം പരമാവധി ഒരു രാശിയിൽ നിൽക്കുക 30 മുതൽ 45 ദിവസം വരെയാണ്. 30 ദിവസം മാക്സിമം സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യനോട് കൂടെ തന്നെ പലപ്പോഴും 5-10 ദിവസം അപ്പുറവും ഇപ്പുറവും നമുക്ക് കാണാം. അതിനാൽ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്, അപ്പോൾ എങ്ങനെ ഫലം ചെയ്യുമെന്നൊക്കെ. ആ ചോദ്യങ്ങൾക്ക് ചാരവശാലുള്ള ബുധൻ്റെ സഞ്ചാരത്തിൽ നമ്മൾ വലിയ രീതിയിൽ ആ ചോദ്യത്തിന്, ആ സംശയത്തിന് പ്രസക്തി കാണേണ്ട. ജാതകത്തിലാണെങ്കിൽ ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്. നേരെമറിച്ച് ആ ശത്രുവായ ഗ്രഹവും ബുധനും തമ്മിൽ 2, 11, 10, 4, 12 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ തൽക്കാല സുഹൃത്തുക്കളുമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ബുധൻ 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് കർക്കിടകൻ രാശിക്കാർക്ക്. അത് ഒന്ന് 12-ാം ഭാവാധിപത്യമാണ്, മറ്റൊന്നാകട്ടെ 3-ാം ഭാവാധിപത്യവുമാണ്. വളരെ അനുകൂലമായ സ്ഥലത്തല്ല കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത്. അത് 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. സ്വതവേ ബുധൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു, ശത്രു സ്ഥാനത്ത് നിൽക്കുന്നു. അതത്ര ഒരു ശുഭഫലത്തെ പ്രദാനം ചെയ്യില്ല കർക്കിടകം രാശിക്കാർക്ക്. ധാരാളം ശത്രുക്കൾ തനിക്ക് വരുമെന്നാണ്. വിരോധോ ജനാനാം നിരോധോ രിപൂണാം. ജനങ്ങളുമായുള്ള വിരോധങ്ങൾ, ശത്രുക്കൾ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക, അതിശക്തമായ ശത്രുദോഷം വരും. പ്രബോധോ യദീനാം ച രോധോനിലാനാം. വായു സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകുന്നു. സന്യാസിമാരുടെ ഉത്ബോധനം തനിക്ക് ലഭിക്കുമെന്നൊരു ഫലവും പറഞ്ഞിട്ടുണ്ട്. ബുധേ സദ്വയേന അപഹാരോ നിധീനാം. മറ്റുള്ളവരുടെ നിധിയെ താൻ അപഹരിക്കും ബലാത്കാരേണ. അതിനാൽ ശത്രുദോഷമൊക്കെ വളരെ ഉണ്ടെങ്കിലും താൻ അന്യൻ്റെ മുതൽ
പിടിച്ചെടുക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ബലാദർത്ഥകൻ, ബലാത്കാരേണ കാശ് സമ്പാദിക്കും, സന്മാർഗത്തിലൂടെയല്ല. അതിനാൽ പലപ്പോഴും ചാരപ്രവൃത്തി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ED പോലുള്ള പല ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ളവരെ സ്വാധീനിച്ചൊക്കെ വളരെ ഭീഷണിപ്പെടുത്തി മുതൽ കൈവഴിച്ചപ്പെടുത്തുവാൻ ഈ ഒരു സമയം വളരെ അനുകൂലമാകുന്നു കർക്കിടകം രാശിക്കാർക്ക്. പലപ്പോഴും സ്വന്തം യുദ്ധം ചെയ്യേണ്ടി വരും. സഹോദരങ്ങളെ കൊണ്ട്, സഹായികളെ കൊണ്ട് തനിക്ക് ഗുണമുണ്ടായില്ല. സഹോദരന്മാർ ശത്രുക്കളാകും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരും. അതിനാൽ രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. തൻ്റെ രേഖ നഷ്ടപ്പെടുക, നഷ്ടപ്പെട്ട രേഖയെ ചൊല്ലി കലഹിക്കുക, ഇതിനൊക്കെ സാധ്യതകൾ ധാരാളമാണ്. ഇവിടെ ഓം ലക്ഷ്മീ നരസിംഹമൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥന നമ്പർ 1. നമ്പർ 2, പാനകം ചെയ്യണം. ഈ ബുധൻ്റെ മാറ്റം വരെ എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ ബുധനാഴ്ചകളിലും പാനകം ചെയ്യുക. അതേ രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കൽ എന്ന കർമ്മവും ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ ചൊവ്വ നീചസ്ഥനാണ്. ഈ മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. സുദർശന പുഷ്പാഞ്ജലി ചെയ്യണം, ശത്രുദോഷ ദുരിതം മാറും. ഇതൊക്കെ ചെയ്ത് ഈ ബുധൻ്റെ ദോഷത്തിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർ നല്ല ശോഭനമായ ധനരാശിയിലെ ഈ മാറ്റത്തെ ശോഭനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വളരെ നല്ല ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ 2 ഭാവത്തിൻ്റെ ആധിപത്യമാണ്. ഒന്ന്, 2ാം ഭാവാധിപത്യം. താൻ ഭരിക്കപ്പെടേണ്ട ആളുകൾ, തൻ്റെ ധനം, തൻ്റെ വിദ്യ, പഠനവുമായി ബന്ധപ്പെടുന്ന മേഖലകൾ, ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് 2ാം ഭാവം കൊണ്ടാണ്. ആ ഭാവാധിപത്യമുള്ള ബുധൻ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. 5ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് വളരെ നല്ല ഭാവമാകുന്നു. എന്താണ് 5ാം ഭാവം? പ്രജ്ഞ, മേധ, പ്രതിഭ. പ്രജ്ഞ, ബുദ്ധി, പ്രതിഭ, ബുദ്ധിയുടെ പൂർണ്ണത, പൂർവികമായ പുണ്യങ്ങൾ, മന്ത്രം ഉപദേശിക്കുക, മന്ത്രിയാവുക, തൻ്റെ സന്താനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്ന 5ാം ഭാവം കൊണ്ട്. ഈ ഭാവത്തിന് ബുധൻ വളരെയധികം പ്രാബല്യം കൊടുക്കുന്നു. തനിക്ക് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തനിക്ക് മന്ത്രി ജോലി ചെയ്യുന്നു, മന്ത്രിപ്പണി കൊടുക്കുന്നു, ഉപദേശിക്കുന്നു. കൺസൾട്ടൻസിന് ഏറ്റവും നല്ല സമയമാണ്. നല്ല കൺസൾട്ടൻസായി ശോഭിക്കാം ചിങ്ങൻ രാശിക്കാർക്ക്. എഴുത്തുകാർ, ലേഖകന്മാർ, റിസർച്ച് സ്കോളേഴ്സ്, ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായി ഡോക്ടറേറ്റ് കിട്ടാൻ, PhD ലഭിക്കുക, അല്ലെങ്കിൽ പ്രിലിമിനറി പേപ്പേഴ്സ് അഡ്മിഷൻ, ഇതിനൊക്കെ തന്നെ ബുധൻ വളരെ നല്ല സംഭാവനകൾ കോൺട്രിബ്യൂഷൻ ചെയ്യും. മക്കൾക്കും വളരെ നല്ലതാണ്. പക്ഷേ ഗർഭിണികൾ ശ്രദ്ധിക്കണം. ആദ്യ സന്താനങ്ങൾക്ക് എബോർഷൻ ആവേണ്ട സമയമാണ്. കാരണം ബുധൻ ഒരു നപുംസകഗ്രഹമാണ്. അത് സന്താന സ്ഥാനത്ത് നിൽക്കുമ്പോൾ സന്താന വിഷയത്തിൽ ക്ലേശങ്ങൾ വരും. അതിനാൽ സന്താന വിഷയത്തിലേക്ക് കുട്ടികൾക്ക് എബോർഷൻ മുതലായ ദോഷങ്ങളുണ്ടായി ആശുപത്രിയിൽ ഗർഭിണികൾ പ്രവേശിക്കേണ്ടുന്ന സമയമാണ്. അതിനാൽ ഗർഭിണികൾ വളരെയധികം ഗർഭശുശ്രൂഷ വളരെയധികം ശരീരത്തിനെ ശ്രദ്ധിക്കണം. പിന്നെ ബുധൻ 11ാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട്. പല മുതിർന്ന രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ അനുകൂലമായ സമയം അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. നിജ ആത്മജാഹ, മക്കളുടെ മക്കൾക്ക് വളരെ നല്ലതാണ്. താൻ ആഗ്രഹിക്കുന്നത് പോലെ മക്കൾക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ വിവാഹങ്ങൾ നടക്കുക, ഉല്ലാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ ധാരാളം മാനസികമായ സ്വസ്ഥതകൾ മുത്തച്ഛനും മുത്തച്ഛിക്കും അല്ലെങ്കിൽ അച്ചാച്ചനും അച്ഛമ്മയ്ക്കും ലഭിക്കുന്നു ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള പ്രയാണം. നന്നായി ബുധൻ്റെ മന്ത്രം ജപിക്കുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന മന്ത്രം വളരെയധികം ഉപകാരപ്പെടും ചിങ്ങൻ രാശിക്കാർക്ക്. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനും ബുധനോട് ചേർന്ന് നിപുണയോഗം ചെയ്യുന്നു. അതിനാൽ പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. റിസർച്ച് സ്കോളേഴ്സിന് നല്ലതാണ്. പ്രാസംഗികർക്ക് നല്ലതാണ്. തങ്ങളുടെ സിദ്ധാന്തങ്ങൾ, മതങ്ങൾ, അഭിപ്രായങ്ങൾ അന്യദേശത്ത് പ്രചരിപ്പിക്കുവാൻ, വാക് സംവാദത്തിലേർപ്പെടാൻ ഈ ബുധൻ വളരെയധികം സഹായിക്കും. അതുമാത്രമല്ല, സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിച്ച് തൻ്റെ കാശ് വാങ്ങി കീശയിലിടാം. മന്ത്രവാദികൾക്ക് നല്ലതാണ്, ജ്യോതിഷികൾക്ക് നല്ലതാണ്, പ്രവാചകർക്ക് നല്ലതാണ്, പ്രചാരകന്മാർക്ക് നല്ലതാണ്. ധാരാളം കാശ് സമ്പാദിക്കുവാൻ ഈ ബുധൻ ഈ ഒരു ധനുരാശിയിലേക്കുള്ള പ്രയാണത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ചിങ്ങം രാശിക്കാർക്ക് പ്രാർത്ഥനകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഭാവിയെ, ഈ ധനുരാശിയിലേക്കുള്ള ബുധൻ്റെ മാറ്റത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നി രാശിക്കാരുടെ ഈ ഒരു ധനുവിലേക്കുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്.
ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ രാശിയുടെ അധിപനാകുന്നു. അതിശക്തമായ ലഗ്നാധിപത്യമുള്ള രാശ്യധിപനായ ബുധൻ കന്നിരാശിയിൽ തൻ്റെ ഉച്ചരാശിയാകുന്നു. ആ ബുധൻ മറ്റൊരു പ്രധാനപ്പെട്ട ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട്, 10ാം ഭാവം. ലഗ്നാധിപത്യവും രാശി ആധിപത്യവും കർമാധിപത്യം വഹിക്കുന്ന ബുധൻ നിൽക്കുന്നത് 4ാം ഭാവത്തിൽ അതിശക്തമായി സൂര്യനോടുകൂടെ നിൽക്കുന്നു. ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള പ്രയാണം വളരെ ഗുണകരമാകുന്നു. തൻ്റെ വ്യക്തിപരമായ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. തനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടാകുന്നു. അതേ രീതിയിൽ തനിക്ക് പലതും എഴുതുവാനും എഴുതിപ്പിക്കുവാനുമുള്ള കഴിവുണ്ടാകുന്നു. തനിക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു. തനിക്ക് തൻ്റെ അധികാരി, കർമ്മമേഖലയിലെ അധികാരി തനിക്ക് പുതിയ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ തരുന്നു. അതിനാൽ പല കാര്യങ്ങളിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും അത് പ്രാവർത്തികമാക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും അതിലൂടെ പേരും പ്രശസ്തിയും ലഭിക്കുവാനും ഈ ബുധൻ സഹായിക്കുന്നു. ഇത് അമ്മയ്ക്കും അമ്മാവന്മാർക്കും മരുമക്കൾക്കുമൊക്കെ നല്ലതാണ്. ശാരീരികമായി ശ്രദ്ധിക്കണം. വാഹനാപകടം, അധോമുഖരാശിയാകയാൽ വാഹനാപകട വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ, ഉയർച്ച, പ്രമോഷൻ ഇതൊക്കെ ബുധൻ പ്രദാനം ചെയ്യും. പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും പലപ്പോഴും സാമ്പത്തികമായ ബെനിഫിറ്റ് തരാതെ മറ്റുള്ളവർ തന്നെ കബളിപ്പിക്കുന്ന ഒരവസ്ഥ വരും. അഖിലേർ ഹീയതേ വിത്താദിഭിഹി എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അധോമുഖ രാശികൾക്ക്. അതിനാൽ താൻ ചെയ്യുന്ന ജോലിക്ക് അന്തസ്സായി ആദ്യം തന്നെ പ്രതിഫലം പറഞ്ഞ് വാങ്ങണം. പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, ബിൽഡിങ്ങുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ, കോൺട്രാക്ടർമാർക്കൊക്കെ തന്നെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കാശ് കൊടുക്കാൻ വർക്ക് ചെയ്യിപ്പിച്ചവർക്ക് ഒരു മടി വരും. അതിനാൽ തൻ്റെ ആദ്യത്തെ അഡ്വാൻസൊക്കെ മാക്സിമം വാങ്ങി കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും സുശോഭനമായ ഈ ധനുരാശിയിലേക്കുള്ള മാറ്റം അനുകൂലമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.